സഖ്യം 45 താണിരിക്കുകയാണ്. അതായത് 46 എന്ന കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യയേക്കാൾ ഒരു സീറ്റിൽ ഇപ്പോൾ കുറവാണ് ലീഡ് ചെയ്യുന്നത്. 45 BJP ആകട്ടെ 29 സീറ്റുകളിലേക്ക് ലീഡ് നില കൂട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർ 11, PDP 5. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നില. കോൺഗ്രസ് NC സഖ്യം 45. പക്ഷേ ഹരിയാനയിൽ ലീഡ് നില ഉയർത്തുകയാണ് കോൺഗ്രസ്. 55 സീറ്റുകൾ എന്നുള്ളത് അത് ഒരു സമയത്തും 55-ൽ താഴേക്ക് ഇപ്പോൾ പോകുന്നില്ല. BJP 25 സീറ്റുകൾ മാത്രമാണ് ഹരിയാനയിൽ. കിരൺ, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വീണ്ടും ഒരു തൂക്കുസഭയുടെ പ്രതീതി കിട്ടുന്നുണ്ടോ? 45 എന്ന് പറയുമ്പോൾ ഒരു സീറ്റ് കുറവാണ് ഇപ്പോൾ കോൺഗ്രസ് NC സഖ്യത്തിന്. പക്ഷേ PDP ഉണ്ട് 5 എന്നുള്ളത് ശരി തന്നെയാണ്. BJP 29, മറ്റുള്ളവർ 11. അവിടെ ഈ നോമിനേറ്റഡ് അംഗങ്ങൾ ഉണ്ടാകും. ലഫ്റ്റനന്റ് ഗവർണർ 5 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യും എന്നുള്ള കാര്യം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാജിക് ഫിഗർ എന്ന് പറയുന്നത് 48 ആയാൽ കേവല ഭൂരിപക്ഷത്തിന് 48 സീറ്റുകൾ വേണ്ടിവരും എന്നുള്ള നിലയായി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകില്ലേ? കോൺഗ്രസ് NC സഖ്യത്തിന് 45 സീറ്റുകൾ എന്നുള്ളത് കൃത്യമായ മേൽക്കൈയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ? മഞ്ജുഷ, ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം 46 ആണോ 48 ആണോ എന്നതിൽ ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തായാലും ഈ 5 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള തീരുമാനം അത് ഭരണാനുസൃതമായി തന്നെ വരുത്തിയ പരിഷ്കരണത്തിന്റെ ഭാഗമാണ്. അവർക്ക് 5 പേർക്കും വോട്ടവകാശം കൂടി നൽകുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം. അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നതും ഉറപ്പാണ്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല 46 ആണോ 48 ആണോ എന്നുള്ളത്. നിലവിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനാണ് അവിടെ വ്യക്തമായ മേൽക്കൈയുള്ളത്. 45 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഏകദേശം 3 റൗണ്ട് മാത്രമാണ് പൂർത്തിയായത്. ഇനിയും ഏകദേശം 6-7 റൗണ്ടുകളോളം പൂർത്തിയാവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ചെറിയ മാറ്റങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അപ്പോഴും ഈ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകം നിലവിൽ പുറത്തു വന്ന കൂടുതൽ റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞതെല്ലാം കൂടുതൽ ജമ്മു മേഖലയിലാണ്. കശ്മീർ മേഖലയിലെ വോട്ടെണ്ണൽ കുറെ കൂടി സാവധാനത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കശ്മീർ മേഖലയിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനുണ്ട്. അല്ലെങ്കിൽ തന്നെ അവിടെ BJPക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നേറ്റം ഉണ്ടാവില്ല എന്ന കാര്യത്തിലും അവർക്ക് ഉറപ്പുണ്ട്. ഈ പറയുന്ന ചെറുകിട കക്ഷികളുമായുള്ള സഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുമായി പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി BJP നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു. എഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടിയിലടക്കം BJPയുടെ നോമിനിയാണ് എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അടക്കം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ എഞ്ചിനീയർ റാഷിദിനടക്കം BJP സഖ്യത്തിലേക്ക് പോയാൽ പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിലനിൽപ്പുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രദേശത്തെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ പ്രാദേശികമായി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മേൽക്കൈ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്വാധീനമുള്ള സ്ഥലത്തെയും അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഒരു വിഭാഗത്തിനിടയിലും പിന്നീട് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കോൺഗ്രസും NCയും ചേർന്നുള്ള സഖ്യം 46-ലേക്ക് എത്തിയിരിക്കുകയാണ്. BJP ഒരു സീറ്റ് കുറഞ്ഞു, 28-ലേക്ക് ലീഡ് നില കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ജമ്മു കാശ്മീരിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 46-ലേക്ക് ഇന്ത്യ സഖ്യം എത്തിക്കഴിഞ്ഞു. പക്ഷെ 46 ആണോ 48 ആണോ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി വരിക എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം 5 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യും ലഫ്റ്റനന്റ് ഗവർണർ. അങ്ങനെ വരികയാണെങ്കിൽ ആ 5 പേരും BJPക്ക് അനുകൂലമായിട്ടായിരിക്കും വോട്ട് ചെയ്യുക എന്നുള്ള ഒരു അഭ്യൂഹം അന്തരീക്ഷത്തിലുണ്ട്. മാത്രമല്ല അതൊരു സ്ഥിരീകരിച്ച കാര്യം കൂടിയാണ്. പക്ഷേ അത് അതോടൊപ്പം തന്നെ നമുക്ക് പൂർണ്ണമായും അങ്ങനെ പറയാൻ കഴിയില്ല. അതിനൊപ്പം PDPയുടെ 5 സീറ്റുകൾ കൂടിയുണ്ട്. PDPക്ക് നിലവിലെ സാഹചര്യത്തിൽ അവർ BJPയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ ചുരുക്കമാണ്. PDPയും ഒമർ അബ്ദുള്ളയും നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഈ പുറത്തു വന്ന സൂചനകളെല്ലാം ഇന്ത്യ സഖ്യവുമായി ചേർന്ന് നിൽക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 46 ആയാലും 48 ആയാലും ഈ ഒരു അവസ്ഥയിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനും NCക്കും കുഴപ്പമുണ്ടാവില്ല. PDP എന്തായാലും ഒരു സർക്കാർ വരാതിരിക്കുവാനുള്ള ശ്രമം നടത്തുകയില്ല. അവരെന്തായാലും കോൺഗ്രസ് NC സഖ്യത്തെ തന്നെ പിന്തുണയ്ക്കും, ഇല്ലേ? അതിൽ സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ നിലവിലെ PDPയുടെ 5 സീറ്റ് നിലനിൽക്കുകയും ഈ 47-ൽ നിന്ന് ഇനി താഴേക്ക് പോയി ഒരു 43 വരെ പോയി നിന്നാൽ പോലും കോൺഗ്രസ് NC സഖ്യത്തിന് അവിടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധ്യമാവും. ഈ ആദേശ് എന്ന് പറയുന്ന 10 എണ്ണം ഉണ്ടെങ്കിൽ ഈ 10 പേരെയും പൂർണ്ണമായും BJPക്ക് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ MLA-മാരുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ അവർക്ക് പോലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആശയപരമായി BJPയുമായി എങ്ങനെ ചേരുമെന്നുള്ളതാണ്. പക്ഷേ കശ്മീർ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് അങ്ങനെ ആശയപരമായ വിഷയത്തിനപ്പുറത്തേക്ക് അധികാരത്തിന്റെ വിഷയങ്ങൾ പുറത്തേക്ക് വരികയും PDPയും BJPയും ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കുകയും അത് 2 മുഖ്യമന്ത്രിമാരുടെ ഭരണം നടക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനിടയിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും നടക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ അതിനുശേഷം PDPക്കുണ്ടായ വലിയ തകർച്ച, PDPക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു മുന്നേറ്റം പിന്നീട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നാഷണൽ
കോൺഫറൻസിന്റെ ഉള്ളിലെ ശൈഥില്യം, നാഷണൽ കോൺഫറൻസിലുള്ള മടുപ്പ് ഇതെല്ലാം മുതലാക്കിക്കൊണ്ടായിരുന്നു PDPയുടെ വളർച്ച. പക്ഷേ 47 എന്നുള്ളത് 48 ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 47ആയി. ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട് ചില മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ. ഇപ്പോൾ 47 മണ്ഡലങ്ങൾ, ഇടയ്ക്കത് 48 വരെ എത്തിയിരുന്നു. BJP 27 സീറ്റിലും ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ 27 ജമ്മു മേഖലയിൽ തന്നെയാണല്ലോ. 43 സീറ്റുകളുള്ള ജമ്മുവിൽ അതിലൊരു 35 സീറ്റെങ്കിലും കിട്ടും എന്നുള്ള ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് പുറമേ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമാണ് എന്നുള്ള വിലയിരുത്തലും ഉണ്ടായിരുന്നു. എക്സിറ്റ് പോളുകൾ പോലും 30-31 സീറ്റുകൾ വരെ പരമാവധി പ്രവചിച്ചിരുന്നതാണ് BJPക്ക്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള പ്രകടനം തന്നെയല്ലേ ജമ്മു മേഖലയിൽ BJPക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അത് 20-ലും താഴെ പോകാം. കാരണം ഈ ആർട്ടിക്കിൾ 370 ഇഷ്യൂവിൽ ജമ്മുവിലും BJPക്ക് തിരിച്ചടി ഉണ്ടാകാം എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ തിരിച്ചടി ജമ്മുവിൽ ഉണ്ടായിട്ടില്ലല്ലോ. മാത്രമല്ല അതൊരു മുന്നേറ്റമായി തന്നെ കണക്കാക്കാമല്ലോ. കഴിഞ്ഞ തവണ 25 സീറ്റുകളായിരുന്നില്ലേ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്നത്. മഞ്ജുഷേ, ഇതിൽ ഏറ്റവും പ്രധാനം ഇവിടെ വ്യക്തമായി തന്നെ നിലവിലെ സൂചനകൾ അനുസരിച്ച് പതിയെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ഭൂരിപക്ഷം ഉയർത്തുകയാണ്. ഇപ്പോൾ 48-ലെത്തിയിരിക്കുകയാണ്. നമുക്ക് 48+5 എന്ന് തന്നെ കണക്കാക്കാം. 53 എന്ന കണക്കിലേക്ക് തന്നെ എത്താം. സ്വാഭാവികമായും ഇനി പുതിയ കണക്കനുസരിച്ചാണെങ്കിൽ 5 പേരെ നോമിനേറ്റ് ചെയ്താലും 48 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ നിലവിലെ സൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് NC സഖ്യത്തിന് 48 സീറ്റുകളിൽ മേൽക്കൈയുണ്ട്. PDP 5 സീറ്റുകളിൽ മുന്നേറുന്നുണ്ട്. ഇനി ഇതിൽ ഏകദേശം ഒരു 5 സീറ്റ് വരെ കുറവ് വന്നാൽ പോലും ഈ സഖ്യത്തിന് അല്ലെങ്കിൽ ഭരണം സാധ്യമാക്കാൻ കഴിയുന്ന ഭൂരിപക്ഷത്തിലേക്ക് വരും. അതിൽ 10 സീറ്റിന്റെ വ്യത്യാസത്തിലേക്ക് വരുന്നു. 47 ഇത് 51 ആയിരിക്കുന്നു. വലിയ ലീഡിലേക്ക് ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് NC സഖ്യം പോവുകയാണ്.